പാലക്കാട് തേങ്കുറിശ്ശി തെക്കേക്കരയിൽ പൊതുകിണർ വൃത്തിയാക്കുന്നതിനിടെ തിട്ടയിടിഞ്ഞ് തൊഴിലാളി മരിച്ചു. തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട് 4 പേരെ രക്ഷപ്പെടുത്തി. ഏകദേശം ഒരു 11 മണിയോടുകൂടി 10-11 മണിയോടുകൂടി ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഈ കിണറിനകത്ത് ഈ പായലും മറ്റ് ഇതുകളൊക്കെ പിടിച്ചിട്ട് വേസ്റ്റൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറങ്ങി ഏകദേശം ഒരു ബാച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചൂലുകൊണ്ട് സൈഡ് ഈ പായലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ചൂലുകൊണ്ടൊക്കെ അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത ബാച്ച് 3 ആൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ അകപ്പെട്ട പുള്ളി മുകളിൽ നിൽക്കുമായിരുന്നു, കിണറ്റിന് മുകളിൽ നിൽക്കുമായിരുന്നു. ആ ഭാഗം മൊത്തം ഇടിഞ്ഞ് തള്ളി ഒന്നായി വീഴാണ് ഉണ്ടായത്. അതാണ് ഉണ്ടായത്. ഞങ്ങൾ തെങ്ങിൽ കയറ് കെട്ടി തൂങ്ങിയിട്ട് നിന്നിട്ടാണ് ചെയ്തിരുന്നത്. ആ കയറിൻ്റെ ഒരു ബലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് കയറാൻ പറ്റി, അദ്ദേഹം അടിയിൽപ്പെടുകയുണ്ടായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിലിലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഗൗരവമേറിയ നിയന്ത്രണങ്ങൾ, സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. ആ രീതിയിൽ നിയമങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ അപകടം സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്ത വരുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്മിത, ഈ വിഷു ദിനത്തിൽ തന്നെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ് ഈ വിയോഗ വാർത്ത. അതും നമ്മൾ ഓർക്കണം, ഒരു പഞ്ചായത്ത് കിണർ ആ നാടിൻ്റെ ആകെ ആവശ്യത്തിന് വേണ്ടി അവർ ശുചീകരിക്കുകയാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. അപ്പോഴാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ കിണറിലിറങ്ങിയ ഒരു ചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവരൊരു 4 പേരാണ്, 4 പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ആദ്യം ഈ കിണറ്റിൽ ഇറങ്ങിയിരുന്നത്. അവർ ഇണങ്ങി ഒരു പ്രാഥമികമായ വൃത്തിയാക്കൽ പൂർത്തിയാക്കി അടുത്ത സംഘം ഇറങ്ങി പായലൊക്കെ നീക്കുന്നതിനിടയിലാണ് ഈ മണ്ണിടിയുന്നത്, തിട്ട ഇടിഞ്ഞു വീഴുന്നത്. ആ സമയത്തായിരുന്നു. അത് കണ്ട് ഉടനെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു വടം കെട്ടിയിരുന്നു, പുറത്തൊരു തെങ്ങിൽ വടം കെട്ടിയിരുന്നു. ആ വടത്തിൽ കയറി അവരൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം ഈ കിണറിന് മുകളിൽ നിന്നിരുന്ന സുരേഷാണ് ഈ കിണറിലേക്ക് വീഴുകയും സുരേഷിന് മേലേക്ക് കൂടുതൽ മണ്ണും കല്ലുകളും ഒക്കെ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് സുരേഷ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം മുകളിലേക്ക് കയറ്റുമ്പോൾ തന്നെ കാണാമായിരുന്നു, അദ്ദേഹം കിടക്കുന്നതിന് തൊട്ട് മുന്നിലായി ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അതിന് അടിയിൽ അകപ്പെട്ടു പോയതുകൊണ്ടാണ് രക്ഷപ്പെടാൻ കഴിയാതെ വന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വിഷുദിനത്തിൽ തേങ്കുറിശ്ശി മേഖലയാകെ, തെക്കേക്കര മേഖലയാകെ വേദനിപ്പിച്ചൊരു വിയോഗ വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ആ നാട്ടിലെ യുവാക്കൾ തന്നെയാണ് വർഷാവർഷം എല്ലാ വർഷവും ആ കിണർ ക്ലീൻ ചെയ്യുന്നത് അവർ തന്നെയാണ്. പഞ്ചായത്ത് കിണറാണ്, അവരൊക്കെ ഉപയോഗിക്കുന്ന കിണറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരാണ് അത് വൃത്തിയാക്കി വരാറ്. അങ്ങനെ ഒരു ഒഴിവ് ദിനത്തിൽ എല്ലാവരും കൂടെ ചേർന്ന്, സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു ആ ശുചീകരണത്തിന് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ യുവാവിന്, വളരെ ചെറുപ്പക്കാരാണ്, 30-നടുത്ത് പ്രായം മാത്രമേ ഉള്ളൂ, ഈ ചെറുപ്പക്കാരന് ദാരുണ അന്ത്യം ഉണ്ടാവുന്നത്. ഈ ഏതാണ്ട് 4 മണിക്കൂറിലധികം സമയം അദ്ദേഹം വെള്ളത്തിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നത്, വെള്ളത്തിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഇദ്ദേഹത്തിന് മുകളിലായ ഒരു കല്ലുണ്ടായതുകൊണ്ട് തന്നെ ആളെ രക്ഷപ്പെടുത്താൻ വേഗത്തിൽ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ്, പോലീസ്, നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് അദ്ദേഹത്തെ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ വേഗത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി അപ്പോഴേക്കും തന്നെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും തുടർ നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് തന്നെ സ്വീകരിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം സംസാരിച്ചല്ലോ, അവരൊരുമിച്ചാണ് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതെന്ന് പറഞ്ഞു. അവരൊക്കെ ഈ കയർ കെട്ടി അങ്ങനെ വളരെ സുരക്ഷിതമായി തന്നെ ഇറങ്ങുന്നു. സുരക്ഷിതമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ അറിയുന്നത്. പക്ഷെ ആ രീതിയിൽ ഒരു കയർ കെട്ടി ഇറങ്ങുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ലേ ഇദ്ദേഹം? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല സ്മിത. കാരണം ഇദ്ദേഹം കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ഓരോ ബാച്ചായിട്ടാണ് ഇത് ശുചീകരിച്ചിരുന്നത്. ഈ അവരുടെ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങൾ ഓരോ ടീമായി തിരിഞ്ഞുകൊണ്ട് കിണറ്റിലേക്ക് ഇറങ്ങുന്നു, അത് വൃത്തിയാക്കുന്നു. അങ്ങനെ ആദ്യം ഒരു സംഘം ഇറങ്ങി, അവർ ശുചിയാക്കി, അവർ മടങ്ങി കയറിയ ശേഷം 2ാമത്തെ ബാച്ച് ഇറങ്ങുന്നു. 2ാമത്തെ ബാച്ചിലാണ് നമ്മളോട് സംസാരിച്ച ചേട്ടനടക്കം ഉണ്ടായിരുന്നത്. അവർ ഈ പായലും മറ്റും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ബാച്ചിൽ ഇറങ്ങേണ്ട ആളായിരുന്നു സുരേഷ്. അപ്പോൾ ഈ കിണറിന് മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് സുരക്ഷാ മുൻകരുതലൊന്നും സ്വീകരിക്കേണ്ടുന്ന സാഹചര്യമില്ല. അദ്ദേഹം കിണറിന് മുകളിൽ നിൽക്കുമ്പോൾ മുകളിലത്തെ അവിടുത്തെ ആ തിട്ട താഴേക്ക് പതിക്കുകയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ആ മണ്ണിന് ഉറപ്പ് കുറവായതുകൊണ്ട് വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുമായിരുന്നു ഈ കിണറിൻ്റെ ചുറ്റുഭാഗത്തും മണ്ണിങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വളരെ ദുർബലമായിട്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മുകളിൽ നിന്ന് ഈ തിട്ട ഇടിഞ്ഞ് സുരേഷ് താഴേക്ക് വീഴുന്നത്. അപകടം എന്തെന്ന് വെച്ചാൽ സുരേഷിൻ്റെ മേലേക്ക് ഒരു കല്ല് വന്ന് പതിച്ചു. അതാണ് അദ്ദേഹത്തിന് എഴുന്നേൽക്കാനോ മറ്റൊന്നും കഴിയാതെ വന്ന സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, ഈ കിണറിന് നല്ല ആഴവും ഉണ്ടായിരുന്നു. ശുദ്ധജലം കിട്ടുന്ന കിണറാണ്. അവിടെയുള്ള പ്രദേശം
പ്രദേശവാസികളൊക്കെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല താഴ്ച ഉണ്ടായിരുന്നു. അതും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ വിഷുദിനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ഏറെ നേരം പരിശ്രമങ്ങൾ നടത്തി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആഘോഷത്തിൽ മുഴുകിയിരിക്കുമ്പോൾ വല്ലാത്ത ദുഃഖകരമായ ഒരു വാർത്ത വരുന്നു. പാലക്കാട് തേങ്കുറിശ്ശിയിലാണ് ഈ സംഭവം. തെക്കേക്കരയിൽ പൊതുകിണർ വൃത്തിയാക്കുന്നതിനിടെ തിട്ടയിടിഞ്ഞാണ് തൊഴിലാളി മരിച്ചത്. തെക്കേക്കര സ്വദേശി സുരേഷ് ആണ് മരിച്ചത്. 4 മണിക്കൂറോളം സുരേഷ് ഉണ്ടായിരുന്നു. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്തായില്ല.